നമസ്കാരം, ET മലയാളത്തിലേക്ക് സ്വാഗതം. ഇനിയിപ്പോൾ നിഫ്റ്റിയെ സംബന്ധിച്ച് നാളത്തെ സെഷൻ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ലെവലുകളാണ് നമ്മൾ ഈ ഒരു സെഷൻ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസത്തെ പ്രകടനം കണ്ടിരുന്നു. വളരെ ഒരു വീക്കായിട്ടുള്ള പെർഫോമൻസ് ആണ് നമുക്ക് നിഫ്റ്റിയിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. പ്രധാനപ്പെട്ട സപ്പോർട്ടുകൾ ബ്രേക്ക് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് കഴിഞ്ഞ സെഷനിൽ പോയിരുന്നു. ട്രംപിന്റെ ഭാഗത്തു നിന്നുള്ള നടപടി തന്നെയാണ് ഇപ്പോൾ മാർക്കറ്റിനെ ഏറ്റവും കൂടുതൽ നെഗറ്റീവായിട്ട് ഇമ്പാക്ട് ചെയ്തിരിക്കുന്നത്. ഓഗസ്റ്റ് 27, അതായത് ഇന്ന് മുതൽക്ക് ഇന്ത്യക്ക് മേൽ 50% താരിഫ് പ്രാബല്യത്തിൽ വരുമെന്ന് തന്നെയാണ് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അപ്ഡേറ്റ്സ് വന്നിരിക്കുന്നത്. സോ നമ്മൾ താരിഫ് ഇംപ്ലിമെന്റ് ചെയ്യുമെന്ന് പറഞ്ഞ ടൈം മുതൽക്ക് തന്നെ ഏറ്റവും കൂടുതൽ ഇമ്പാക്ട് ചെയ്യുന്ന സെക്ടേഴ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സെക്ടേഴ്സിലുള്ള ആളുകളൊക്കെ തന്നെ, അല്ലെങ്കിൽ വ്യാപാരികളൊക്കെ തന്നെ ഒരു പ്രതിസന്ധിയിലാണെന്ന് പറയുന്നു. പ്രത്യേകിച്ച് ജെംസ്, ജ്വല്ലറി പോലുള്ള ഇൻഡസ്ട്രി അല്ലെങ്കിൽ ആ ഒരു മേഖലയിലുള്ള സെഗ്മെന്റിലുള്ള ആളുകളെ സംബന്ധിച്ച് കുറച്ചുകൂടെ അവർ കൺസേൺസ് അറിയിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന അപ്ഡേറ്റ്സുകൾ. ഫാർമ ആണെങ്കിലും അല്ലെങ്കിൽ ഈ പറയുന്ന ടെക്സ്റ്റൈൽസ് ആണെങ്കിലും ഒക്കെ ഏറ്റവും കൂടുതൽ നെഗറ്റീവായിട്ട് ഇമ്പാക്ട് ചെയ്യാൻ പോകുന്ന സെക്ടേഴ്സ് ആണ് എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. കഴിഞ്ഞൊരു സെഷനിൽ നിഫ്റ്റിയുടെ പെർഫോമൻസ് വിലയിരുത്തുമ്പോൾ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് നൽകിയിരുന്നു. 68 പോയിന്റിന്റെ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് നൽകുകയും ത്രൂ ഔട്ട് സെഷനിൽ ഈ ഒരു നെഗറ്റിവിറ്റി കാണാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. തുടർന്ന് ഒരു റേഞ്ച് ബൗണ്ടിലേക്ക് പോയതിനു ശേഷമാണ് ഇപ്പോൾ നിഫ്റ്റി വ്യാപാരം അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. 24,800 എന്നുള്ള പ്രധാനപ്പെട്ട സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. 50-ഡേ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജിന് താഴേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് കാണാൻ സാധിച്ചത്. തുടർന്ന് 256 പോയിന്റിന്റെ നഷ്ടത്തിൽ 24,712 എന്ന റേഞ്ചിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഓഗസ്റ്റ് 14 ശേഷമുള്ള ഏറ്റവും താഴ്ന്ന നിലയിലെ ക്ലോസിംഗ് ആണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടിരുന്നത്. ഓട്ടോ, FMCG എന്നീ സെഗ്മെന്റ്സിലുള്ള ഹെവി വെയ്റ്റ്സ് ആയിട്ടുള്ള ഐഷർ മോട്ടോഴ്സ്, ഹിന്ദുസ്ഥാൻ യൂണിലിവർ, മാരുതി, ITC പോലുള്ള ഓഹരികൾക്ക് ഒരു സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിരുന്നു. പക്ഷേ പ്രധാനപ്പെട്ട ഓഹരികളായിട്ടുള്ള സൺ ഫാർമ, ടാറ്റ സ്റ്റീൽ, ശ്രീറാം ഫിനാൻസ് പോലുള്ള ഓഹരികളെ സംബന്ധിച്ച് വലിയ തോതിലുള്ള ഡ്രാഗാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. FMCG ഒഴിച്ച് മറ്റെല്ലാ സെക്ടേഴ്സിലും നമുക്ക് വലിയ തോതിലുള്ളൊരു സെല്ലിംഗ് പ്രഷർ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് റിയലിറ്റി ആണെങ്കിലും കൺസ്യൂമർ ഡ്യൂറബിൾസ് ആണെങ്കിലും PSU ബാങ്കുകളാണെങ്കിലും ഒക്കെ ഒരു സെല്ലിംഗ് പ്രഷറാണ് കാണാൻ സാധിച്ചത്. വലിയ തോതിലുള്ള സെല്ലിംഗ് പ്രഷറാണ് കഴിഞ്ഞ സെഷനിൽ കണ്ടിരുന്നത്. ഇനി ബ്രോഡർ മാർക്കറ്റിന്റെ പെർഫോമൻസ് വിലയിരുത്തുന്ന സമയത്തും മിഡ് ക്യാപ്പ് ആണെങ്കിലും സ്മോൾ ക്യാപ്പ് ആണെങ്കിലും വലിയ തോതിലുള്ള അണ്ടർ പെർഫോമൻസ് ആണ് നിഫ്റ്റിയെ കമ്പയർ ചെയ്യുമ്പോൾ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. നിഫ്റ്റി മിഡ് ക്യാപ്പ് 100 1.62% നഷ്ടമാണ് രേഖപ്പെടുത്തിയത്. നിഫ്റ്റി സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് 2% അടുത്ത ഒരു നഷ്ടമാണ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു US താരിഫിന്റെ ആ ഒരു കൺസേൺസ് തന്നെയാണ് മാർക്കറ്റിൽ കൂടുതലായിട്ടും എഫക്റ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു പോസിറ്റിവിറ്റി വന്നെങ്കിൽ പോലും ഇപ്പോൾ വീണ്ടും കാര്യങ്ങൾ വഷളാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നുണ്ട്. ഇന്നിപ്പോൾ വിനായക ചതുർത്ഥിയോടനുബന്ധിച്ച് മാർക്കറ്റ് അവധിയായിരുന്നു, നമുക്കറിയാം. നാളത്തെ പ്രത്യേകത എക്സ്പയറിയിലോട്ടാണ് പോകുന്നത്, അത് മന്ത്ലി എക്സ്പയറിയിലോട്ടാണ് പോകുന്നത്. സോ ഈ ഒരു താരിഫ് ഇംപ്ലിമെന്റ് അല്ലെങ്കിൽ എഫക്റ്റ് ആകുന്നതോട് കൂടിയിട്ട് അതിൻ്റെ ഒരു എഫക്റ്റും അതോടൊപ്പം തന്നെ മന്ത്ലി എക്സ്പയർഡ് ഒരു വോളറ്റിലിറ്റിയും കൂടി എക്സ്പെക്ട് ചെയ്തുകൊണ്ടായിരിക്കണം നാളത്തെ ഒരു ട്രേഡിന് നമ്മൾ സമീപിക്കേണ്ടത്. സോ ഇനി നമുക്ക് നാളത്തെ സെഷനിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ലെവലുകൾ ഏതൊക്കെയാണെന്നുള്ളത് പരിശോധിച്ച് നോക്കാം. HDFC സെക്യൂരിറ്റീസിലെ നാഗരാജ് ഷെട്ടി പറയുന്നത് നിഫ്റ്റിയുടെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് വീക്കായിട്ടാണ് തുടരുന്നത്. 24,600 24,400 നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത്. എങ്കിലും 24,900 മുകളിൽ ഒരു കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ ഒരു ഷോർട്ട് കവറിങ് നിയർ ടേമിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുന്നുണ്ട്. LKP സെക്യൂരിറ്റീസ് രൂപക് പറയുന്നത് 24,850 എന്നുള്ള ആ ഒരു ലെവലിന് താഴെ നിലനിൽക്കുന്നിടത്തോളം കാലം സൂചികയിൽ ഒരു സെല്ലിംഗ് പ്രഷർ തുടരും എന്ന് തന്നെയാണ്. ഡൗൺ സൈഡിൽ ഈ ഒരു സെല്ലിംഗ് പ്രഷർ ഫേസ് ചെയ്യുകയാണെങ്കിൽ 24,150 വരെ പോകാനുള്ള സാധ്യത ഉണ്ട്, അല്ലെങ്കിൽ തള്ളിക്കളയരുത് എന്നാണ് LKP സെക്യൂരിറ്റീസിലെ രൂപക് പറയുന്നത്. 24,673 എന്നുള്ള ഒരു ലെവലിന് താഴോട്ട് നിഫ്റ്റി പോവുകയാണെങ്കിൽ 24,340 നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ട ഒരു സപ്പോർട്ട്. അപ്സൈഡിൽ 24,900 ആയിരിക്കണം നമ്മൾ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ആയിട്ട് പ്രതീക്ഷിക്കേണ്ടതെന്ന് മറ്റൊരു അനലിസ്റ്റ് അഭിപ്രായപ്പെടുന്നുണ്ട്. സാംകോ സെക്യൂരിറ്റീസിലെ ഓം മെഹ്റ പറയുന്നത് 24,600, അതായത് 100-ഡേ സിമ്പിൾ മൂവിംഗ് ആവറേജ് ആയിട്ടുള്ള 24,600 നമുക്ക് ഒരു സപ്പോർട്ട് എക്സ്പെക്ട് ചെയ്യാം. തുടർന്ന് 24,500 അടുത്തൊരു സപ്പോർട്ട് എക്സ്പെക്ട് ചെയ്യേണ്ടത്. നേരെ മറിച്ച് റെസിസ്റ്റൻസ് 24,900 25,000 എന്നൊരു ലെവലിലാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. എങ്കിലും ഔട്ട്ലുക്ക് പൊതുവെ നിഫ്റ്റിയെ സംബന്ധിച്ച് വീക്കാണ് എന്നുള്ള ഒരു അഭിപ്രായം തന്നെയാണ് അനലിസ്റ്റുകളെല്ലാം തന്നെ പങ്കുവെക്കുന്നത്. സോ ട്രേഡേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് ആണെങ്കിലും ഇനിയുള്ള സെഷനുകളെ കുറച്ചുകൂടെ വെയിറ്റ് ആൻഡ് വാച്ച് മോഡിലോട്ട് സമീപിക്കുന്നതായിരിക്കും കൂടുതൽ ഉചിതമെന്നൊരു അഭിപ്രായം തന്നെയാണ് വിദഗ്ധരും പങ്കുവെക്കുന്നത്.
you.